അയാളും ഞാനും പാർട്ട് 2. കഥ അവതരണം തുമ്പി. ഈ സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടോ? ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാ, നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ഇഷയെ ആ ഷോപ്പിൽ നിന്നും എങ്ങനെയും ഒഴിവാക്കണം എന്നായിരുന്നു വേദയുടെ ആഗ്രഹം. കമ്പനിയിൽ കുറച്ചു കാലത്തെ ഗ്യാപ്പിന് ശേഷമാണ് അർജുൻ വർമ്മ വരുന്നത്. അപ്പോൾ കമ്പനിക്ക് കുറേ കിട്ടാക്കടങ്ങളുള്ളതായി അദ്ദേഹം മനസ്സിലാക്കുന്നു. അർജുൻ തൻ്റെ അനിയനും ഇപ്പോഴത്തെ കമ്പനി നടത്തിപ്പുകാരനുമായ അവൻ്റെ അനിയൻ അഭിഷേകിനോട് പറയുകയാണ്, നീ എനിക്ക് കമ്പനിക്ക് ക്യാഷ് തരാനുള്ള ആളുകളുടെ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് തയ്യാറാക്കി തരണമെന്ന്. അങ്ങനെ അദ്ദേഹം ആ ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നു. അർജുൻ വർമ്മ ആ ലിസ്റ്റ് നോക്കുമ്പോൾ ഒരു വലിയ കടം കാണുകയാണ്. 20 ലക്ഷം രൂപയുടെ ബാധ്യതയാണത്. ഇതെന്താ ഇത്രയും വലിയൊരു കടമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, അച്ഛൻ ഒരു സ്റ്റാഫിൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്ത പൈസയാണത്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല, അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അർജുൻ വർമ്മ ചോദിക്കുന്നു, അയാൾക്ക് അവകാശികൾ ആരുമില്ലേ എന്ന്. അപ്പോൾ അഭിഷേക് പറഞ്ഞു, അവകാശികൾ അദ്ദേഹത്തിന് ഒരു മകളുണ്ട്. അതും പറഞ്ഞ് അവളുടെ ഫോട്ടോ കാണിക്കുകയാണ്. അത് നമ്മുടെ ഇഷികയുടെ ഫോട്ടോ ആയിരുന്നു. ഇവിടെയാണ് നമ്മുടെ സ്റ്റോറി ആരംഭിക്കുന്നത്. അർജുൻ്റെ മുഖമൊക്കെ ചുവന്നു. അദ്ദേഹം പല്ലിഞ്ഞിരിക്കാൻ തുടങ്ങി. അർജുൻ തൻ്റെ അടുത്തേക്ക് ഇഷികയെ വിളിപ്പിക്കുകയാണ്. അവളോട് പറഞ്ഞു, തൻ്റെ അച്ഛൻ ഈ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു അല്ലേ? ഇവിടെ നിന്നും 20 ലക്ഷം രൂപ കടമായി വാങ്ങിച്ചല്ലോ, തിരിച്ചു തന്നിട്ടില്ല. അത് കേട്ടത് ഇഷിക പറഞ്ഞു, അത് പിന്നെ ആ കാശൊക്കെ അച്ഛനെ ആരോ പറ്റിച്ചു കൊണ്ടുപോയി. അതിൻ്റെ വിഷമത്തിലാണ് അച്ഛന് അറ്റാക്ക് വന്നു മരണപ്പെട്ടത്. ഇഷികയ്ക്ക് അവളുടെ വാക്കുകൾ മുഴുമിപ്പിക്കാനായില്ല. അച്ഛൻ്റെ കാര്യം ഓർത്തതും അവൾ കരയാൻ തുടങ്ങി. അർജുൻ, തൻ്റെ കണ്ണുനീരൊന്നും എനിക്ക് കാണണ്ട. താനൊരു കാര്യം ചെയ്യുക, എൻ്റെ ഈ ഷോറൂമിൽ എനിക്ക് ഇഷ്ടമുള്ള അത്രയും കാലം നീ എൻ്റെ മാനേജരായി തുടരണം. 20 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരണ്ട. നീ ജോലി ചെയ്ത് വീട്ടിയാൽ മതി. പിന്നെ നിൻ്റെ അനിയൻ്റെ ചികിത്സയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിനക്ക് അനിയനെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് കാണിച്ചോളാം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, നീ എൻ്റെ മാനേജരായിരിക്കുന്നിടത്തോളം കാലം നിനക്ക് മറ്റൊരു ബോയ് ഫ്രണ്ട് ഉണ്ടാവാനും പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ തക്കതായ ശിക്ഷ നൽകുന്നതായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതൊക്കെ കേട്ടപ്പോൾ ഇഷയ്ക്ക് ദേഷ്യം വന്നുവെങ്കിലും അച്ഛൻ്റെ കടം വീട്ടാനും പറ്റും, അനിയൻ്റെ ചികിത്സയും നടക്കും എന്നോർത്തപ്പോൾ അവൾക്ക് സമ്മതിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. കാരണം ഇത്രയും വലിയൊരു തുക കടം വീട്ടുക എന്നത് ഇഷികയെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഇഷിക ദേശായി അർജുൻ വർമ്മയുടെ പേഴ്സണൽ മാനേജരായി ചാർജ് എടുത്തു. ഇഷികയുടെ ജീവിതം ഒരു നിമിഷം കൊണ്ട് മാറിമറിഞ്ഞു. അർജുൻ വർമ്മയുടെ പേഴ്സണൽ മാനേജർ എന്നതിലുപരി അവൻ്റെ നിഴലായി മാറാനായിരുന്നു അവളുടെ വിധി. ആഡംബരം നിറഞ്ഞ ആ ഓഫീസിലെ ഓരോ നിമിഷവും അവൾക്ക് ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു. വലിയൊരു ഗ്ലാസ് ക്യാബിൻ അവൾക്കായി ഒരുക്കിയിരുന്നു. പക്ഷേ അർജുൻ്റെ നിബന്ധനകൾ തീർന്നില്ല. ഇഷിക, ഈ ഫയലുകളെല്ലാം വൈകുന്നേരത്തിന് മുൻപ് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ ഞാൻ എവിടെ പോയാലും നീ എൻ്റെ കൂടെ ഉണ്ടാവണം. പെർമിഷൻ ഇല്ലാതെ ഈ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകരുത്. അർജുൻ്റെ ശബ്ദത്തിൽ ആജ്ഞാശക്തി നിറഞ്ഞു നിന്നു. ഇഷിക ഒന്നും മിണ്ടാതെ തലയാട്ടി. അവളുടെ കണ്ണുകളിൽ പഴയ കുസൃതി ഉണ്ടായിരുന്നില്ല. പകരം അനിയൻ്റെ ചികിത്സയെക്കുറിച്ചുള്ള ആശങ്കകൾ മാത്രമായിരുന്നു. ഇഷിക അർജുൻ്റെ പേഴ്സണൽ മാനേജരായ വാർത്ത വേദയെ തളർത്തി. അവളെ പുറത്താക്കാൻ നോക്കിയ വേദയ്ക്ക് ഇപ്പോൾ ഇഷികയെ എപ്പോഴും അർജുൻ്റെ കൂടെ കാണേണ്ടി വരുന്നു. അർജുനോട് അവൾ ചോദിച്ചു, അർജുൻ, എന്തിനാ ഈ പെണ്ണിനെ നിന്റെ കൂടെ ഇങ്ങനെ നിർത്തുന്നത്? ഇവളുടെ അച്ഛൻ നമ്മുടെ കമ്പനിയെ പറ്റിച്ചതല്ലേ? വേദ അർജുൻ്റെ ക്യാബിനിൽ വന്ന് ചോദിച്ചു. അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞു, നീ നിന്റെ ജോലി നോക്കിയാൽ മതി, ഓഫീസിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. അർജുൻ്റെ മറുപടി വേദയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അവൾ പുറത്തിറങ്ങി ഇഷികയെ രൂക്ഷമായി ഒന്ന് നോക്കി. നീ അധികകാലം ഇവിടെ വാഴില്ല മോളെ, വേദ മനസ്സിൽ ഉറപ്പിച്ചു. അതിനിടയിൽ വേദ വളരെ വൾഗറായ രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച്
അർജുനെ അവളിലേക്ക് പ്രലോഭിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ അർജുനാവട്ടെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അന്ന് വൈകുന്നേരം അർജുൻ ഒരു ബിസിനസ് മീറ്റിങ്ങിനായി ഇഷികയെയും കൂട്ടി പുറത്തിറങ്ങി. കാറിലിരിക്കുമ്പോൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. പെട്ടെന്നാണ് ഇഷികയുടെ ഫോൺ ബെല്ലടിച്ചത്. അത് അവളുടെ അനിയൻ്റെ ചികിത്സിക്കുന്ന ഡോക്ടറായിരുന്നു. ഹലോ ഡോക്ടർ, ഇഷാനെ എങ്ങനെയുണ്ട്? ഇഷിക പരിഭ്രമത്തോടെ ചോദിച്ചു. അപ്പുറത്ത് നിന്ന് ഡോക്ടർ പറഞ്ഞു, ഇഷിക, ഇഷാൻ്റെ സർജറി അടുത്തയാഴ്ച തന്നെ വേണം. അർജുൻ സാർ പേയ്മെൻ്റ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നീ പേടിക്കേണ്ട. ഫോൺ വെച്ചപ്പോൾ ഇഷികയുടെ കണ്ണ് നിറഞ്ഞു. അവൾ അർജുനെ ഒന്ന് നോക്കി. തന്നെ ഇത്രയധികം കഷ്ടപ്പെടുത്തുന്ന ഈ മനുഷ്യൻ തൻ്റെ അനിയൻ്റെ കാര്യത്തിൽ ഇത്രയും കരുതൽ കാണിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അവൾ അർജുനെ ഒന്ന് നോക്കി. അവൻ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. ഗൗരവത്തിൽ ഇരിക്കുകയാണ് അർജുൻ. താങ്ക്സ്, അവൾ പതിയെ പറഞ്ഞു. എന്നാൽ അർജുനൊന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്തില്ല. ഇതൊന്നും സൗജന്യമല്ല ഇഷിക, നീ എനിക്ക് വേണ്ടി ചെയ്യുന്ന ജോലിയുടെ കൂലിയാണ്. മറക്കണ്ട, നീ എൻ്റെ നിയന്ത്രണത്തിലാണ്. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടോ? കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.